Good morning. Good morning. Good morning. Okay, Good morning. start day. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇഫും ഫോർ ലൂപ്പും ഒക്കെ നമുക്ക് എന്താ അറേ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറയാണ്. അറേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പം ഇത്രയും നേരം നമ്മൾ സ്റ്റോർ ചെയ്തത് ലെറ്റ് എൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. അതുപോലെ എം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, അതിനകത്തേക്ക് വേറൊരു വാല്യൂ, അങ്ങനെ ഒരു സിംഗിൾ വേരിയബിളിനകത്തേക്ക് നമ്മൾ എന്താണ് ഒരു സിംഗിൾ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എനിക്ക് സിംഗിൾ വാല്യൂ അല്ല സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യണം, എനിക്ക് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മാർക്ക്, അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ പോലെ പറയാം. Array is collection of elements. എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഈ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അറേ എങ്ങനെ ഉണ്ടാകാന്നറിയോ? അറേയുടെ ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെയാണ് അറേ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയായിരിക്കും ഒരു അറേയുടെ ഒരു അറേയിലെ എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഓരോ എലമെന്റും ഓരോ പൊസിഷനിലായിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഓരോ പൊസിഷൻ ഉണ്ട് ഓരോ എലമെന്റിനും. അപ്പോൾ ഈ എലമെന്റിനൊക്കെ അറേയുടെ പൊസിഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് ചെയ്ത് എടുക്കണതും ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പൊസിഷനെ പറയുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയും. ഇൻഡെക്സ്. അപ്പോൾ ഓരോ ഇൻഡെക്സും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 എന്നായിരിക്കും. ഇൻഡെക്സ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 എന്നായിരിക്കും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഇൻഡെക്സ് ഇപ്പോൾ ഇതിനകത്ത് എത്ര ഇൻഡെക്സ് ഉണ്ട്, 0 1 0 1 2
4 ഇൻഡെക്സ് ആണ് ഉള്ളത്. പക്ഷെ ഇതിനകത്ത് എത്ര സൈസ് ഓഫ് എലിമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇതിനകത്ത് കൊള്ളും? 4 ഇൻഡെക്സ് ആണ് ഉള്ളതെങ്കിൽ ഇതിനകത്തുള്ള സൈസ്, അറേയുടെ സൈസ് എത്രയാ? അറേയുടെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. കാരണം എന്താണ്? ഇൻഡെക്സ് പ്ലസ് 1 ആണ് എന്ത്? സൈസ്. സൈസ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇതിനകത്ത് കൊള്ളുന്നതാ. ഇപ്പൊ ഞാനൊരു ഇത് പറയുകയാണ്, ഇവിടെ ഞാനൊരു ഡാറ്റ വെച്ചു, 12 എന്ന് പറഞ്ഞൊരു ഡാറ്റ വെച്ചു. ഇവിടെ 44 എന്ന് പറഞ്ഞൊരു ഡാറ്റ വെച്ചു. ഇവിടെ 53 എന്ന് പറഞ്ഞൊരു ഡാറ്റ വെച്ചു. 7 8 2 ഇങ്ങനെ കുറച്ച് ഡാറ്റ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എനിക്ക് 53യുടെ ഇൻഡെക്സ് എത്രയാന്ന് ചോദിച്ചാൽ എനിക്ക് 53 എന്ന് പറഞ്ഞ ഡാറ്റ കിട്ടണം. അപ്പൊ അതിന്റെ ഇൻഡെക്സ് എത്രയാ? 53യുടെ ഇൻഡെക്സ് എത്രയാ? 2. നമുക്ക് ഇങ്ങനെ ഈ ഇൻഡെക്സ് വെച്ചാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഡാറ്റനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഗെറ്റ് ചെയ്ത് എടുക്കുക, നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, നമുക്ക് എങ്ങനെയാ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്, അതായത് അറേനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഓരോ മെത്തേഡായിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ ലേറ്റസ്റ്റ് യൂസ് ചെയ്ത മെത്തേഡ് നോക്കാം. ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേ ആണ്. നമുക്ക് അതും ജസ്റ്റ് എന്ത് ചെയ്യാം, അറിയാൻ വേണ്ടി നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ആരെ എങ്ങനെയാ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു അറേ വേണം, അതൊരു കീവേഡിനകത്ത് കൊടുത്തു. വേറെ നമുക്ക് എന്താണ് മാർക്ക് എന്ന് പറഞ്ഞൊരു അറേ വേണം, അല്ലെങ്കിൽ ഞാനൊരു എം എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്കൊരു അറേ വേണം, അറേ ഓഫ്, അതിനകത്ത് എന്ത് വേണം, 6 എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. 6 എലമെന്റ്സ് അതിനകത്ത് എന്ത് വേണം? അപ്പൊ അതിന്റെ ഇൻഡെക്സ് എത്രയായിരിക്കും? അതിന്റെ സൈസ് 6 ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് എത്രയായിരിക്കും? ഇൻഡെക്സ് 5 ആയിരിക്കും. ഇപ്പോൾ സൈസ് മൈനസ് 1 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സൈസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, അത് എലമെന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടില്ല. എലമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, സൈസ് അറിയാം, എലമെന്റ്സ് അറിയില്ല എന്നുള്ള കേസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, എനിക്ക് 6 എലമെന്റ്സ് ഉള്ള ഒരു അറേ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ മെമ്മറിയിൽ ഒരു 6 എലമെന്റ്സ് ഉള്ള ഒരു അറേ സ്റ്റോർ ആവും. പക്ഷെ അതിന് സ്പേസ് എല്ലാം എന്തായിരിക്കും? വേക്കന്റ് ആയിരിക്കും. അതിനകത്ത് 6 എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. കറന്റ് സ്പേസ് എലമെന്റ്സ് ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യാം, സ്പേസ് മാത്രം പറഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് നമ്മൾ കൺസോൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എം ടി ആയിട്ടുള്ള ഒരു അറേ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക. ഒരു എം ടി അറേ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെ ഒരു അറേ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് അറേക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? വേറെ M1 എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഇത് യൂസ് ചെയ്തു. എന്നിട്ട് ന്യൂ നമ്മൾ അറേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? അറേയിലെ എലമെന്റ്സിനെ പറഞ്ഞു കൊടുക്കുക. ഈ കേസിൽ നമുക്ക് അറേയുടെ എലമെന്റ്സ് പറയാം, സൈസ് പറയാം. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഏതൊക്കെ എലമെന്റ് ആണ് ഏതൊക്കെ പൊസിഷനിലാണ് ഉള്ളതെന്ന് അറിയാമെന്ന് വിചാരിക്കും. അപ്പൊ ഞാനൊരു 20 100 22 45 50 ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 എലമെന്റ് ഉള്ള ഒരു അറേനെ എന്താവും? ഓട്ടോമാറ്റിക്കലി അല്ല, 5 എലമെന്റ് ഉള്ള ഒരു അറേനെ സേവ് ചെയ്യും. എന്നിട്ട് ആ അറേനെ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗ് അറേയുടെ നെയിം എന്താണ്? M1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രിന്റ് ചെയ്തിട്ട് നേരത്തെ വേക്കന്റ് ആയിട്ട് കിട്ടി വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ എലമെന്റ്സ് എല്ലാം കറക്റ്റ് പൊസിഷനിലായിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്.
ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ഒരു അറയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അറേ എന്ന് പറഞ്ഞു കൊടുക്കണ്ട, അറേ ന്യൂ കീവേഡ് വേണ്ട, സൈസും പറഞ്ഞു കൊടുക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് എലമെന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എന്താണ് ഒരു കീവേഡ് കൊടുക്കുക, എന്നിട്ട് അറയുടെ പേര്, ഇപ്പൊ ഞാൻ അറയ്ക്ക് മാർക്ക് എന്നാണ് പേരിട്ട് കൊടുത്തേക്കുന്നത്, ഈക്വൽ ടു, എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കുക, എലമെന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഈ രീതിയിൽ ചെയ്താലും എന്ത് തന്നെയാണ്, അറേ ഡിക്ലറേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്ന മൂന്ന് വേ പഠിച്ചു. ഇത് നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സൈസ് അറിയില്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ ഇതിനകത്ത് എനിക്കൊരു എലമെന്റ്സിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എലമെന്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഓഫ് ഇൻഡെക്സ്, ഏത് ഇൻഡെക്സ് ആണ്, 0th ഇൻഡെക്സിലേക്ക് എനിക്ക് എലമെന്റ് ആഡ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാം, 1. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിനകത്തേക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ എലമെന്റിനെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. എം ഓഫ് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് എനിക്ക് 3 വെക്കണം. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത വേലാകുമ്പോൾ ഓരോ ഇൻഡെക്സിലേക്ക് ഏതൊക്കെ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അടുത്തതിനകത്ത് നമ്മൾ അങ്ങനെ സൈസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് എലമെന്റ്സിനെ തന്നെയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പക്ഷെ എന്താണ്, ന്യൂ കീവേഡ് എല്ലാം യൂസ് ചെയ്തിട്ടാണെന്ന് മാത്രം. ഇതും ഒരു പഴയ മെത്തേഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നില്ല, സൈസ് പറഞ്ഞു കൊടുക്കുന്നില്ല, അറേ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഒരു സ്ക്വയർ ബ്രേസസ് ഇട്ട് കൊടുത്ത് എല്ലാം അങ്ങോട്ട് എന്താവും, ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ സ്ക്വയർ ബ്രേസസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് അറയാണ്, അറയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആണ് ഇതിനകത്ത് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ആ അറയുടെ പേരാണ് എന്ത്, മാർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. ഇനി എനിക്ക് ഇതുവരെ ഓക്കെ ആണോ, അറേ 3 രീതിയിൽ ഡിക്ലെയർ ചെയ്തു, ഓക്കെ അല്ലേ? ഇനി നമ്മളിതിപ്പോ ഇൻഡെക്സ് വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലെ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എന്ത് ചെയ്ത് എടുക്കാൻ പറ്റും, എലമെന്റിനെ ഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ മാർക്കാണ് പ്രിന്റ് ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് എല്ലാ എലമെന്റ്സും എനിക്ക് പ്രിന്റ് ആയി. എനിക്കിതിനകത്ത് നമ്മുടെ മാർക്ക് അറേന്ന് എനിക്ക് 40 കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്തായിരിക്കും ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക, എത്ര ഇൻഡെക്സ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുക, 40 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഏത് ഇൻഡെക്സ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുക, ഏതായിരിക്കും? 0 1 2 3 അല്ലെ, 3 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് മാർക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണം, നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ. അപ്പൊ ആ ഇൻഡെക്സിലുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ 3 പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 40 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി എനിക്കിപ്പോ ഇതിനകത്ത് 3യിലുള്ള വാല്യൂ 40 ആയിട്ട് വേണ്ട, അത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പോസിബിൾ ആണ്. എങ്ങനെയാണ്, കറന്റ് ഉള്ള ഇൻഡെക്സ് മാർക്ക് ഓഫ് 3 എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണം, 40 ആയിട്ടുള്ളത് വേണ്ട, 40 ഞാൻ എന്ത് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഏതായിരുന്നു ഇൻഡെക്സ് 3യിലേക്ക് ഈക്വൽ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് പുതിയ വാല്യൂ. ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, 41 ആക്കിയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. 40 വേണ്ട, എനിക്ക് അതിനകത്ത് എന്ത് വേണം, വാല്യൂ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും കൺസോൾ ഡോട്ട് ലോഗിൽ മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 40 മാറിയിട്ട് 41 ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു പുതിയ അറേ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അറയിൽ തന്നെ എന്തുണ്ട്, ഒരു ലെങ്ത് മെത്തേഡ് ഉണ്ട്. മാർക്ക് അറയുടെ നെയിം ഡോട്ട് ലെങ്ത്, കണ്ടോ, ഇതൊക്കെ അറയിൽ സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് മെത്തേഡ്സ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനകത്ത് എല്ലാം ഇല്ല, കുറച്ച് മെത്തേഡ്സ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞ മെത്തേഡ് എന്തായിരുന്നു, ലെങ്ത്. കണ്ടോ, ലെങ്ത്.
അപ്പൊ എന്ത് ചെയ്യും, മാർക്ക് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഈ മാർക്ക് എന്ന് പറഞ്ഞ അറേയുടെ ലെങ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പൊ ആ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കാണണമെങ്കിൽ അതിന് ജസ്റ്റ് കൺസോൾ ചെയ്യിപ്പിക്കുക. കൺസോൾ ഡോട്ട് ലോഗ് മാർക്ക് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ടെന്നുള്ളത് പറഞ്ഞു തരും. അതാണ് ലെങ്ത് മെത്തേഡ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ബാക്കി മെത്തേഡും കൂടെ പറഞ്ഞോട്ടെ. അറിയണ കുറച്ച് മെത്തേഡും കൂടെ പറയാം, ഒരു 3 മെത്തേഡും കൂടെ പറഞ്ഞിട്ട് നമുക്കത് ചെയ്ത് നോക്കിയിട്ട് ബാക്കി മെത്തേഡ്സ് കണ്ടിന്യൂ ചെയ്യാം. വിനീഷ, ഒരു ഡൗട്ട്. ഈ അറയിൽ നമുക്ക് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? അതായത് അറേ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ് അറേ. അതായത് കോമൺലി നമ്മൾ എന്താ യൂസ് ചെയ്യാം, അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഇൻ സെയിം ഡാറ്റ, ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇതും യൂസ് ചെയ്യാം. അത് പറഞ്ഞുതരണം. ഇപ്പൊ നമ്മൾ സെയിം ടൈപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് നോക്കാം. പുഷ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അറേയിലേക്ക് ഒരു പുതിയ എലമെന്റിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പൻഡ് ചെയ്യാന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പുഷ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ ആഡ് ചെയ്ത് വരിക എന്ന് വെച്ചാൽ ഈ 50 എന്ന് പറഞ്ഞ വാല്യൂ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇൻഡെക്സിലേക്കായിട്ട് പുതിയൊരു വാല്യൂ എന്ത് ചെയ്ത് വരും, ആഡ് ചെയ്ത് വരും. അപ്പൊ ഞാൻ ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യണമെന്നില്ല, പുഷ് ചെയ്താൽ പോലെ നമുക്കത്. അപ്പൊ മാർക്ക് ഡോട്ട് പുഷ് ചെയ്തിട്ട് ആ എലമെന്റിന് നമുക്ക് കാണണമെന്നില്ലല്ലോ. ഞാൻ പുഷ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും, അതിനകത്തേക്ക് 50 കഴിഞ്ഞിട്ട് ഈ 60 എന്നുള്ള എലമെന്റ് എന്തായിട്ടുണ്ടാവും, ആഡ് ആയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറേ കിട്ടും. 10, 20, 30, 41, 50, 60 എന്ന് പറഞ്ഞിട്ട്. സോറി. ഓക്കെ, അടുത്ത മെത്തേഡാണ് പുഷ് കഴിഞ്ഞാൽ അടുത്ത മെത്തേഡാണ് പോപ്പ് മെത്തേഡ്. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എൻഡിന്ന് ഏറ്റവും എൻഡിലുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മാർക്സ് ഡോട്ട് പോപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻഡിൽ ഏതാണ് എലമെന്റ് ഉള്ളത് ആ എലമെന്റ് എന്തായിട്ടുണ്ടാവും, റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ മാർക്കിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ അറേനെ കിട്ടും. അപ്പൊ പോപ്പ് മെത്തേഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, റിമൂവ് ദ ലാസ്റ്റ് എലമെന്റ്. മാർക്ക് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എലമെന്റിന്റെ അറേയിലെ ലാസ്റ്റ് എലമെന്റിനെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൺസോൾ ഡോട്ട് ലോഗിനകത്ത് മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ അറേനെ കിട്ടും. പുഷും പോപ്പും മനസ്സിലായോ? വിനിഷ, മറ്റേ ഈ മാർക്ക് ഡോട്ട് ലെങ്തിലെ അതൊരു മെത്തേഡ് അല്ലേ? അപ്പൊ നമ്മൾ ലെങ്ത് ഇങ്ങനെയാ വരിക. മറ്റേ നമ്മൾ പുഷും പോപ്പും കൊടുക്കുന്ന പോലെ മെത്തേഡ് ഇങ്ങനെ കൊടുക്കില്ല. ഇങ്ങനെയാണ് വരിക. പിന്നെ ഉണ്ടല്ലോ ഈ പോപ്പിന്റെ അത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് എലിമെന്റ് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് മെത്തേഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പഠിക്കാം, ഓരോന്നോരോന്ന് നോക്കാം. ഇതിപ്പോ ലാസ്റ്റ് മെത്തേഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു, നമ്മൾ ലാസ്റ്റിലേക്ക് എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി ഫസ്റ്റിലേക്ക് എലമെന്റ് ആഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. അൺഷിഫ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുക. അൺഷിഫ്റ്റ് മെത്തേഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എലമെന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഷിഫ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. അൺഷിഫ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ 5 ആഡ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം കൺസോൾ ഡോട്ട് ലോഗിനകത്ത് മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിൽ പുതിയൊരു എലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആഡ് ആയി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ പോപ്പ് യൂസ് ചെയ്ത പോലെ തന്നെ നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എലമെന്റിനെ റിമൂവ് ചെയ്യാം. നമ്മൾ പോപ്പ് എന്തിനാ യൂസ് ചെയ്ത, എൻഡിന്ന് ലാസ്റ്റിന്ന് എലമെന്റിനെ റിമൂവ് ചെയ്യാം. ഷിഫ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറേയുടെ സ്റ്റാർട്ടിങ് എന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ എലമെന്റിനെ റിമൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത
5 എന്ന് പറഞ്ഞ എലമെന്റിനെ എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് യൂസ് ചെയ്യാം? ഷിഫ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. മാർക്സ് ഡോട്ട് ഷിഫ്റ്റ്. ഈ ഷിഫ്റ്റ് മെത്തേഡ് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എലമെന്റിനെ റിമൂവ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു എലമെന്റ് എന്തായിരിക്കും? റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും മാർക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ എലമെന്റ് നമ്മുടെ പഴയ അറേ പോലെ തന്നെ അറേ കിട്ടും. ഓക്കെ, ഇതാണ് അറേ. നമ്മൾ എന്ത് ചെയ്യുക? ഒരു അറേ ഡിക്ലെയർ ചെയ്യുക. അറേ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് അറേ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കുക. ഇത്രയും ഓപ്പറേഷൻസ് നമ്മൾ എന്തൊക്കെ ചെയ്തു? ലെങ്ത് കണ്ടുപിടിച്ചു, പുഷ് ചെയ്തു, പിന്നെ പോപ്പ് ചെയ്തു, അൺഷിഫ്റ്റ് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. 4 ഓപ്പറേഷൻസ് 4-5 ചെയ്തു. 5 മെത്തേഡ്സ് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുക? ചെയ്തു നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കില്ലേ? ചെയ്ത് നോക്കുവോ? ഓക്കെ.
വിനീഷ, നമ്മൾ ഈ അൺഷിഫ്റ്റ് അല്ലേ, അതിനകത്ത് വാല്യൂ കൊടുത്തില്ലെങ്കിലും അത് വർക്ക് ആവും തോന്നുന്നു. വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിലും വർക്കാവും. അതായത് സ്റ്റാർട്ടിംഗ് നിന്നാണല്ലോ എലമെന്റ്. ഇപ്പൊ നമ്മൾ പോപ്പിനകത്ത് നമ്മൾ എലമെന്റ് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്യേണ്ടത് ഏത് എലമെന്റ് ആണ്, അതുപോലെ ഇതിനകത്തും കൊടുക്കണം. ഞാൻ ഒരു ഫ്ലോയിൽ കൊടുത്തു പോയില്ല. ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞോ? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ചെയ്തു കഴിഞ്ഞിട്ട് പറയുന്നത്. കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അറിയേണ്ട കുറച്ച് മെത്തേഡ്സ് നോക്കി. ഇനി കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ഇതിനകത്തുള്ള ഓരോ എലമെന്റും ഓരോ ഇൻഡെക്സിലാണെന്നുള്ളത്. അപ്പൊ എനിക്ക് ഈ ഇൻഡെക്സ് ഇപ്പൊ ഏതെങ്കിലും ഒരു അറയുടെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇൻഡെക്സ് എനിക്ക് അറിയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മെത്തേഡ് ഉണ്ട്. മാർക്ക് ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ ഇൻഡെക്സ് ഓഫ് മെത്തേഡ് എന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുക്കുന്ന എലമെന്റിന്റെ ഇൻഡെക്സ് എത്രാമത്തെ ഇൻഡെക്സിലാണെന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അത് ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഒന്നും റിട്ടേൺ ചെയ്യില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിനകത്ത് 13 എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും എന്ത് ചെയ്യുക,
റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ ടെന്നിന്റെ ഇൻഡെക്സ് എത്രയാ? 0 അല്ലേ? 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഞാൻ console.logനകത്ത് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ടെന്നിന്റെ ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ഔട്ട്പുട്ടായി കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇല്ലാത്തൊരു വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് എങ്കിൽ നമുക്ക് മൈനസ് വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇല്ലാത്തൊരു വാല്യൂ, ഇപ്പൊ 10ന് പകരം ഒരു 20 100 ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ അത് ഇതിനകത്ത് ചെക്ക് ചെയ്യും. അപ്പൊ ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഇതിനകത്ത് ഉള്ള വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ ഇതിന്റെ കറക്റ്റ് ഇൻഡെക്സ് എന്താണോ ആ ഇൻഡെക്സ് കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഇല്ലാത്ത വാല്യൂ ആണോ എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ അകത്ത് നമ്മുടെ കയ്യിലുള്ള വാല്യൂ ആണോ ഉള്ളത്. അതായത് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്, ഇപ്പൊ 120 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ സിമ്പിൾ ആണ്, അതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, മാർക്ക് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഇൻക്ലൂഡ്സ് മെത്തേഡ് അതിനകത്ത് ആ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, console.logനകത്ത് കൊടുത്തു. console.logനകത്ത് കൊടുത്തു. അപ്പൊ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട്, അത് ബൂലിയൻ വാല്യൂനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ബൂലിയൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക, ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഇൻഡെക്സ് ഓഫ് കഴിഞ്ഞാൽ ഇനി അടുത്ത മെത്തേഡാണ് സ്ലൈസ് മെത്തേഡ്. സ്ലൈസ് മെത്തേഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്കൊരു സെക്ഷൻ ഓഫ് അറേനെ റിട്ടേൺ ചെയ്യണം. അതായത് സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു കുഞ്ഞ് അറേ, സബ് അറേ പോലെ ഒരു അറേനെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ലൈസ് മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് ഡോട്ട് സ്ലൈസ്, ഞാൻ സ്ലൈസിനകത്ത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കും. എനിക്ക് ഇവിടുന്ന് ഏത് വേണം, ഏതാ ഇപ്പൊ നമ്മുടെ കറണ്ട് അറേ, ഓക്കെ, 20 to 41 വരെയുള്ള എലമെന്റ് എനിക്ക് വേണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ നോർമലി എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക, 20യുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എത്രയാ നമ്മൾ പറഞ്ഞു കൊടുക്കുക, 20 ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എത്രയാ, 1. 1. ഓക്കെ, 1 പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, എൻഡിങ് ഇൻഡെക്സ് വേണം എനിക്ക്. അപ്പൊ ഇത് എന്ത് ചെയ്യും, എൻഡിങ് ഇൻഡെക്സ് എത്രയാ, അതായത് 41 വരെയാണ് വേണ്ടത്. അപ്പൊ എത്രയാ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ, 3. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇത് കൺസോൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു അറേനെ, അതായത് ആ ഒരു സബ് അറേനെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, റിട്ടേൺ ചെയ്ത് കിട്ടും. 1 to 3 വരെയുള്ള ഇൻഡെക്സിനകത്ത് ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എവിടുന്ന് തൊട്ടിട്ടാണ്, 1 എന്ന് പറയുമ്പോൾ ഇതല്ലേ 0 1 20 30 3യും കൊടുത്തിട്ടുണ്ട്, 41, ഇങ്ങനെ 3 വാല്യൂ ആണ് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 3 വാല്യൂ കിട്ടില്ല, 2 വാല്യൂ കിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 1 പറഞ്ഞു കൊടുത്തതുകൊണ്ട് 1ലുള്ള വാല്യൂ കിട്ടും. അതിന്റെ ശേഷം 1 to 3 ആണ് പറഞ്ഞേക്കുന്നത്, അപ്പൊ അതിന് ശേഷമുള്ള സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ കിട്ടും. പക്ഷെ എൻഡിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തത് അവരെടുക്കില്ല. എൻഡിങ് ഇൻഡെക്സ് എക്സ്ക്ലൂസീവ് ആണ്, മീൻസ് അത് എക്സ്ക്ലൂഡ് ചെയ്യും. നമ്മൾ എൻഡിങ് ഇൻഡെക്സ് എത്രയാണോ പറഞ്ഞു കൊടുത്തത് അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു എലമെന്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല. പക്ഷെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഇൻക്ലൂസീവ് ആണ്, അതെന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. എൻഡിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിനെ എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക, 20 30 എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് 41 കൂടെ വേണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം, ഇവിടെ 4 എന്ന് പറഞ്ഞ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് 31 കൂടെ കിട്ടും. ഓക്കെ, സ്ലൈസ് മെത്തേഡ് മനസ്സിലായോ? മനസ്സിലായോ സ്ലൈസ് മെത്തേഡ്? ഒരു സബ് അറേനെ റിട്ടേൺ ചെയ്യും സ്ലൈസ് മെത്തേഡ്. സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രം. സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്ലൂസീവ് ആണ്, അതിനെടുക്കും. എൻഡിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യില്ല, എടുക്കില്ല, അത് എക്സ്ക്ലൂസീവ് ആണ്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ആ ഒരു എൻഡിങ് ഇൻഡെക്സിനെ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അതാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇനി നമ്മൾ ഇത്രയും നേരം ഈ അറേനെ പ്രിന്റ് ചെയ്യിപ്പിച്ചത് console.log മാർക്ക് എല്ലാ പ്രാവശ്യവും മാർക്ക് എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് അറേ കറക്റ്റ് ആയിട്ട് ഒരു അറേ ഫോർമാറ്റിൽ പ്രിന്റ് ആയി വന്നു. ഇനി എനിക്ക് അങ്ങനെ വേണ്ട, ഇതിനകത്തുള്ള ഓരോ ഇൻഡെക്സിലുള്ള എലമെന്റിനെയും ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർ ലൂപ്പ്. ഇങ്ങനെ അറേനെ ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ ഇൻഡെക്സ് എപ്പോഴും എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടുന്നാ? 0 എന്നാണ്. അപ്പൊ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂ i എന്ന് പറയുന്ന വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ അറേ എവിടം വരെ പോകണം? നമുക്കിപ്പോ ഇതിനകത്ത് ലെങ്ത് അറിയാന്നുണ്ടെങ്കിൽ 1 2 3 4 5 അങ്ങനെ നമുക്ക് ലെങ്ത് കറക്റ്റ് ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാം. ലെങ്ത് അറിയില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ലെങ്ത്തിനെ ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പഠിച്ചു. അപ്പൊ നമുക്ക് കണ്ടീഷനായിട്ട് ഈ ലെങ്ത് വരെയാണ് പോകേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിങ്ങനെയാ പറഞ്ഞു കൊടുക്കുക. ഐ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 എന്നാന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐ ലെസ് ദാൻ മാർക്ക് ഡോട്ട് ലെങ്ത് ആണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഓരോ ഇൻഡെക്സ് 0th ഇൻഡെക്സ് ഫസ്റ്റ് ഇൻഡെക്സ് സെക്കൻഡ് ഇൻഡെക്സിക്ക് വാല്യൂ എന്ത് ചെയ്താ വരണ്ടേ? ആഡ് ചെയ്താ വരണ്ടേ. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയാണോ ഓരോ ഇൻഡെക്സത്തെ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ഞാനിവിടെ മാർക്ക് ഓഫ് 3 എന്നല്ലേ പ്രിന്റ് ചെയ്യിപ്പിച്ചേ. അതുപോലെ എനിക്ക് എന്ത് ചെയ്യിപ്പിക്കാം? ഇതിനകത്തുള്ള ആദ്യം 0th ഇൻഡെക്സത്തെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇൻഡെക്സത്തെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഇവിടെ ഇൻഡെക്സ് ഏത് വാല്യൂവിനകത്താണുള്ളത്? ഇൻഡെക്സ് ഉള്ള വാല്യൂ ഏതാ? ഐനകത്താണ് ഉള്ളത്. അപ്പൊ നമുക്ക് മാർക്ക് ഓഫ് ഇൻഡെക്സിന് പകരം ഈ ഐ കൊടുക്കാം. ഐ ഓരോ പ്രാവശ്യവും ലൂപ്പ് ചെയ്യുമ്പോൾ 0 1 2 3 4 ഈ ലെങ്ത് വരെ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്ന വരെ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് വരില്ലേ? അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യവും ലൂപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ പോരെ. console.log മാർക്ക് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആദ്യം 0 ആയിരിക്കും. മാർക്ക് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് എത്രയാണ്? 1 2 3 4 5 ആണ്. 5. അപ്പൊ ഇങ്ങനെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഐ 0 ആണ്. ആദ്യത്തെ കേസിൽ 0 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 0 ലെസ് ദാൻ 5 ആണ്. എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് വന്നിട്ട് മാർക്ക് ഓഫ് 0 ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണ്. മാർക്ക് ഓഫ് 0യിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കും. 10 പ്രിന്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇൻക്രിമെന്റ് ആയിട്ടുണ്ട് ഐയുടെ വാല്യൂ. അപ്പൊ ഐയുടെ വാല്യൂ സെക്കൻഡ് കേസിനകത്ത് എന്തായിട്ടുണ്ടാവും? 1 ആയിട്ടുണ്ടാവും. 1 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 ആണ്. ഇതിനകത്തേക്ക് വന്ന് മാർക്ക് ഓഫ് 1 ഇപ്പൊ ഐയുടെ വാല്യൂ 1 ആയിട്ടുണ്ട്. മാർക്ക് ഓഫ് 1 എന്ത് ചെയ്യിക്കും? പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓരോ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും. മാർക്ക് ഓഫ് 1 പ്രിന്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ ഇൻക്രിമെന്റ് കൊടുത്തതുകൊണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ആയിട്ടുണ്ടാവും. 2 ആയിട്ടുണ്ടാവും. ആ 2 ലെസ് ദാൻ 5 ആണോ നോക്കും. ഈ 5 കിട്ടാൻ കാരണം എന്താ? നമ്മളിവിടെ മാർക്ക് ഡോട്ട് ലെങ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ലെങ്ത് 5 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് വന്നിട്ട് 2ലുള്ള എലമെന്റിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വരും 3 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. 3 ലെസ് ദാൻ 5 ആണ്. ഇതിനകത്തേക്ക് വന്ന് 3ലുള്ള എലമെന്റിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. 4 ലെസ് ദാൻ 5 ആണോ നോക്കും. അതെ 4ലുള്ള എലമെന്റിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യാൻ കൊടുത്തതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇൻക്രിമെന്റ് ആയിട്ടുണ്ടാവും. 5 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. 5 ലെസ് ദാൻ 5 അല്ല. മീൻസ് എന്താ? ഈ ലൂപ്പിനകത്തേക്ക് കയറില്ല. അപ്പൊ നമുക്ക് 0 മുതൽ 4 വരെയുള്ള ഇൻഡെക്സത്തെ എലമെന്റിന് ഫുള്ളും നമുക്ക് എന്ത് ചെയ്ത് വരും? പ്രിന്റ് ചെയ്ത് വരും. ഈ കണ്ടീഷൻ എത്തുമ്പോൾ ഫോൾസ് ആയിട്ട് ഇതിനകത്തേക്ക് കയറില്ല. ഇപ്പോൾ 5 എലമെന്റ്സ് ഇല്ലേ ഇതിനകത്ത്? 1 2 3 4 5. ഓക്കെ. ഇങ്ങനെയാണ് അറേയുടെ ലൂപ്പിംഗ് നടക്കുന്നത്. അറേയിലെ എലമെന്റ്സിനെ ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇതിനകത്ത് ചേഞ്ച് വരുന്നത് അറേയുടെ നെയിം മാത്രമായിരിക്കും ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഈ സെയിം പോലെ തന്നെയാണ്. ഒരു ഏത് അറേനെ ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞാലും ഈ സെയിം ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ലൂപ്പിംഗ് ഐട്രേറ്റ് ചെയ്തേക്കാണ് നമ്മൾ. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അറേനെ എന്ത് ചെയ്തേക്കാം? ഐട്രേറ്റ് ചെയ്തേക്കാം. ഇത് മനസ്സിലായോ? മനസ്സിലായില്ലേ? റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തു. ഇപ്പൊ ഇവിടെ വരെയാണ് നമ്മൾ ചെയ്ത. ഷിഫ്റ്റ് വരെയല്ലേ ചെയ്തത്? ഇൻഡെക്സ് ഓഫ് മുതൽ ലെങ്ത് ലൂപ്പ് ചെയ്യുന്ന വരെ ഒന്ന് ചെയ്ത് നോക്കൂ.
ഓക്കെ. വിനീഷ, ഇൻക്ലൂഡ്സ് മെത്തേഡ് ഒന്ന് പറയോ ഒന്നുകൂടെ? ഇൻക്ലൂഡ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ 12 കൊടുത്തല്ലോ, 12 ഇതിനകത്ത് ഇല്ല, അപ്പൊ നമുക്ക് ഫോൾസ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ട്രൂ ഓർ ഫോൾസ് ആണ് അത് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എലമെന്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മാർക്സ് ഡോട്ട് മാർക്കാണല്ലോ, മാർക്ക് ഡോട്ട് അതിനകത്തുള്ള ഒരു മെത്തേഡ് കൊടുത്തു എന്ന് വിചാരിക്കും, 20 കൊടുത്തു എന്ന് വിചാരിക്കും. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, ട്രൂ കിട്ടും, കാരണം അത് അതിനകത്ത് ഉണ്ട്. ഓക്കെ, അതുപോലെ ഉണ്ടോ നമ്മുടെ കയ്യിൽ ആ ഒരു എലിമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും, ഒരു വാല്യൂ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ നമുക്ക് ഇൻക്ലൂഡ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ. നമുക്ക് കൺസോളിൽ കൊടുത്താൽ ഇതിന്റെ വാല്യൂ നമുക്ക് print ചെയ്ത് കിട്ടും. വിനീഷ, ഒരു സർട്ടൻ റേഞ്ച് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ മെത്തേഡ് എന്തായിരുന്നു? സ്ലൈസ് മീൻസ് ഇതെടുക്കും.
സ്പ്ലൈസ് പോയോ? ആ, സ്റ്റാർട്ടിംഗ് sli- ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുത്തിട്ട്. അതെ, സ്ലൈസ് ഓഫ് അല്ലേ? ആ അതെവിടെ പോയടാ? ഓക്കെ, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാർക്സ് ഡോട്ട് സ്ലൈസ് ആണ്, സ്പ്ലൈസ് അല്ല സ്ലൈസ്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുക്കുക. അതിന് ശേഷം ഇത് ജസ്റ്റ് ഇത് കൺസോൾ ചെയ്യിപ്പിക്കാം. അവിടെ ഒരു സ്പ്ലൈസും കണ്ടു, അതെന്താ? പറഞ്ഞുതരാം, ഓരോന്ന് ഓക്കെ, ഫോളോ. ആ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല കുറേ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ എല്ലാ മെത്തേഡ്സും ഒന്നും നോക്കുന്നില്ല. നമുക്കിപ്പോൾ ടെസ്റ്റിങ്ങിനകത്തേക്ക് കയറുമ്പോൾ ആവശ്യമുള്ള ഇൻക്ലൂഡ്സും ഇൻഡെക്സ് ഓഫും സ്ലൈസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ലെങ്ത് യൂസ് ചെയ്യും. സ്പ്ലൈസും ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ചെയ്തോ? ഇത് കഴിഞ്ഞിട്ട് പറയണേ. വിനീഷ, നമ്മൾ സ്വിച്ച് കേസ് ഇത് കഴിഞ്ഞിട്ടാണോ നോക്കുക? സ്വിച്ച് നമ്മൾ നോക്കിയില്ലല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നല്ലോ സ്വിച്ച് ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് നമ്മൾ ഏതൊക്കെയാ നോക്കിയ വൈല് ഫോർ ലൂപ്പ് ഒക്കെ നോക്കിയല്ലോ. സ്വിച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വിച്ച് നമ്മൾ നോക്കിയിട്ടില്ല. കഴിഞ്ഞു നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്. സ്വിച്ച് വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വിച്ചിൽ ഇതുപോലെ ഇഫ് എൽസ് ഇഫ് പോലെ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വെച്ചൊരു പ്രോഗ്രാം ഞാൻ ഇപ്പം അറേ കഴിയട്ടെ എന്നിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വിനിഷ ജെഎസിന്റെ ഫങ്ഷൻസും ഇതൊക്കെ കൂടി നമുക്കൊരു നോട്ട്സ് ആയിട്ട് കിട്ടാൻ വഴിയുണ്ടോ? നോട്ട്സോ? കാരണം ജാവക്ക് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയായിരുന്നു. ജാവയ്ക്ക് കിട്ടിയ ഞാൻ ഇതൊന്ന് ചോദിക്കട്ടെ. ഓക്കെ.
ഇത്രയും ചെയ്തോ? ലൂപ്പ് ചെയ്യുന്നവരെ ചെയ്തോ? ശരി. ഇനിയിപ്പോൾ നേരത്തെ സ്പ്ലൈസ് മെത്തേഡ് കണ്ടു, അതെന്താണെന്ന് ചോദിച്ചില്ലേ? സ്പ്ലൈസ് മെത്തേഡ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇൻഡെക്സ് പറഞ്ഞു കൊടുത്താൽ ആ ഇൻഡെക്സിന് ശേഷമുള്ള എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും സ്പ്ലൈസ് മെത്തേഡ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ അറയുണ്ട്, അറയുടെ പേര് മാർക്കാണ്. മാർക്ക് മാർക്ക് ഡോട്ട് എന്ത് ചെയ്ത് കൊടുത്തു? സ്പ്ലൈസ് മെത്തേഡ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഇൻഡെക്സിന് ശേഷമുള്ള എലമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാ എലമെന്റ്സിനെയും റിമൂവ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഓക്കെ, സെക്കൻഡ് ഇൻഡെക്സിന് ശേഷമുള്ള എല്ലാ എലമെന്റ്സിനെയും റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്, എത്ര എലമെന്റിന് റിമൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? പറഞ്ഞു കൊടുക്കാം. എനിക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് ഒന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? കോമ ഇട്ടിട്ട് 1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു എലമെന്റിന് 1 എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഇൻഡെക്സ് കഴിഞ്ഞിട്ട് ഒരു എലമെന്റിന്റെ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഇതിനകത്ത് ഏതാ ഡിലീറ്റ് ചെയ്യുക? 30 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ 30നെ നമുക്ക് എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്തിട്ട് ഈ 30 എന്ന് പറയുന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് എനിക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാം? അതും നമുക്ക് ഇതിപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇനി അതിന് തന്നെ 3 പാരാമീറ്റർ ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ പാരാമീറ്റർ ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു 0th ഇൻഡെക്സ് അല്ലെങ്കിൽ എത്ര എലമെന്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ 2 കോമ കഴിഞ്ഞിട്ട് റിമൂവ് എലമെന്റ് 0 കൊടുത്തു. 0 കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അത് റിമൂവ് ചെയ്താൽ മാത്രം പോരാ, എനിക്ക് എന്ത് വേണം? ഒരു പുതിയ എലമെന്റിനെ റിമൂവ് ചെയ്ത പൊസിഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? ആ ആഡ് ചെയ്യേണ്ട എലമെന്റിനെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് സ്പ്ലൈസ് മെത്തേഡ്. ഇതെന്ത് കിട്ടും? ഇനി ഇതിന് ശേഷം നമ്മൾ അറേ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? പുതിയ അറേ ആയിരിക്കും കിട്ടുക. ഓക്കെ, എന്താണ്? റിമൂവ് ചെയ്തിട്ട് 22നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അറേ, അതായത് 30 റിമൂവ് ആയിട്ടുണ്ടാവും. പകരം എന്ത് ചെയ്തിട്ടുണ്ടാവും? 22 എന്ന് പറയുന്ന എലമെന്റ് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഇത് ഒരു പുതിയൊരു സ്പ്ലൈസ് മെത്തേഡ് നോർമലി യൂസ് ചെയ്യുന്നത് എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റിമൂവ് ചെയ്യേണ്ട നമ്പർ എലമെന്റ്സ് പറഞ്ഞു കൊടുക്കുക. എത്ര നമ്പർ, ഏതാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഏത് ഇൻഡെക്സിലാണ് നമ്മൾ എലമെന്റ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ, എനിക്ക് ആ ഡിലീറ്റ് ചെയ്ത സ്ഥലത്ത് വേറൊരു വേറൊരു എലമെന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ആ ഡിലീറ്റ് ചെയ്യുന്ന എലമെന്റിനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു എലമെന്റ് ഇതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ്. ഓക്കെ, ഞാൻ രണ്ടെണ്ണമായിട്ട് തന്നെ പറഞ്ഞുതരാം. എനിക്ക് നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണ്? മാർക്ക് ഡോട്ട് സ്പ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? എനിക്ക് സെക്കൻഡ് ഇൻഡെക്സ് കഴിഞ്ഞിട്ട് ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് ഇൻഡെക്സ് കഴിഞ്ഞിട്ട് ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ അതെന്താവും? സെക്കൻഡ് എലമെന്റ്സ് കഴിഞ്ഞിട്ടുള്ള ഈ 30നെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ അടുത്തൊരു മെത്തേഡായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മാർക്ക്. അതായത് 3 വേരിയബിൾ എടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ 2 അല്ലേ പറഞ്ഞു കൊടുത്തത്. എനിക്ക് എന്ത് ചെയ്തു? മാർക്ക് ഡോട്ട് സ്പ്ലൈസിനകത്ത് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് റിമൂവ് ചെയ്ത പൊസിഷനിലേക്ക് എനിക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണം. അപ്പൊ രണ്ടാമതൊരു പാരാമീറ്റർ ഉണ്ട്. രണ്ടാമത്തെ പാരാമീറ്റർ എപ്പോഴും എന്താണ്? കണ്ടോ? ഡിലീറ്റ് കൗണ്ട് ആണ്. എനിക്ക് ഇപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, രണ്ടാമത്തെ ഇത് ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട.
അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് 0 എലമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എനിക്ക് ആഡ് ചെയ്യേണ്ട എലമെന്റിനെ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഞാൻ രണ്ടാമത്തെ കേസിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എലമെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു എലമെന്റിനെ എന്ത് ചെയ്യണം, ഇൻഡെക്സിന്റെ അകത്തുനിന്ന് ഒരു എലമെന്റിനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണത്തിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ കേസിനകത്ത് ഞാൻ ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് സ്പ്ലൈസ് മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കേസ് സ്പ്ലൈസ് മെത്തേഡ് തന്നെ ഇങ്ങനെ 3 പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാം, നമ്പർ ഓഫ് ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ്സിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കാം, പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെങ്കിൽ അത് മൂന്നാമത്തെ വേരിയബിൾ പാരാമീറ്റർ ആയിട്ട് അതും പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ടാമത് എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതാണ് സ്പ്ലൈസ് മെത്തേഡ്. സ്പ്ലൈസ് മെത്തേഡ് മനസ്സിലായോ? ഒരു ഡൗട്ട്, അതില് ഇൻഡെക്സ് 2 എന്നല്ലേ, 2 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആകുമ്പോൾ 30 അല്ലേ വരും. അപ്പൊ അതിനടുത്തെന്ന് പറയുമ്പോൾ 41 ആണോ ഡിലീറ്റ് ആവുന്നത്? അല്ല, 30. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സിന് ഒരു എലമെന്റ് അല്ലേ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ. 30 ഡിലീറ്റ്. ഓക്കെ, അതാണ് സ്പ്ലൈസ് മെത്തേഡ്. ഇനി നമുക്ക് ഒരു കുഞ്ഞി പ്രോഗ്രാം ചെയ്യാം. കുഞ്ഞി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അറയിലെ എലമെന്റ്സിനെ സം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാം. എങ്ങനെയാണ് അറയിലെ എലമെന്റിനെ സം ചെയ്യാന്ന് നോക്കാം. ഫോർ നമുക്ക് സം ചെയ്യണേ. സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെന്റിനെയും കൂടെ എന്ത് ചെയ്യണം, എനിക്ക് ആഡ് ചെയ്ത് പോകണം. അപ്പൊ സം ചെയ്യാനുള്ള ലോജിക്ക് എങ്ങനെയായിരിക്കും വരയ്ക്കുക? എനിക്ക് നമ്മുടെ കറണ്ട് അറേ ഇതാണ്, കറന്റിലുള്ള അറേ ഇതാണ്. അപ്പോൾ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇൻഡെക്സ് ഓഫ് മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 1 ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു റിസൾട്ട് വേരിയബിളിലേക്ക്, സം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് വെക്കണം. അപ്പൊ ഈ സം എന്ന് പറയുന്നത് മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 1. ഇതിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് പോവാം നമുക്ക്. മാർക്ക് ഓഫ് 1. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാണ്, സം എന്ന് പറഞ്ഞ മാർക്കാണ്, സം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് വെക്കാം. അപ്പൊ സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ, ഇപ്പൊ നമ്മളുടെ കേസിനകത്താണെങ്കിൽ മാർക്ക് ഓഫ് 0-ലുള്ളത് എന്താണ്, 10ഉം 20 ആണ്. 10ഉം 20ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, 30 ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 30 ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് അടുത്ത 2 ഇൻഡെക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഈ 30യുടെ കൂടെ അടുത്ത ഇൻഡെക്സ് ആഡ് ചെയ്യണം. 30 പ്ലസ് എന്ത് ചെയ്യണം, 30 എന്ന് പറയുന്ന വാല്യൂ കിട്ടണം. അപ്പൊ ഈ സമ്മ് ഇങ്ങനെ എനിക്ക് ലോജിക്ക് വരുന്നത് 30 പ്ലസ്, അതായത് ഇപ്പോൾ ഉള്ള ടോട്ടൽ സം പ്ലസ് അടുത്ത ഇൻഡെക്സ് എത്രയാണ്, മാർക്ക് ഓഫ് 2. ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ലോജിക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് സം ഈക്വൽ ടു സം പ്ലസ് മാർക്ക് ഓഫ് ഇൻഡെക്സ്, അങ്ങനെയല്ലേ വരുന്നത്. അതിന്റെ ഇക്വേഷൻ വരുന്നത് സം ഈക്വൽ ടു സം പ്ലസ്, നമ്മൾ ഓരോ പ്രാവശ്യം സമ്മിലേക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് ഈ ഇൻഡെക്സ് ഓരോ പ്രാവശ്യം ഇങ്ങനെ 0, 1, 3 എന്ന് പറഞ്ഞ് ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്ത് സ്റ്റെപ്പ് നമ്മൾ മാനുവലി ചെയ്യണ്ടേ. അപ്പൊ അതിന് പകരം നമ്മൾ ഇതിനെ ലൂപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡെക്സ് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സിന് പകരം ഐ യൂസ് ചെയ്യാം. അപ്പൊ ഐയുടെ വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് ആദ്യം 0th ഇൻഡെക്സ് ആയിരിക്കും, പിന്നെ സെക്കൻഡ്, അങ്ങനെ തേർഡ്, എത്രയുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്ത് കിട്ടും. അപ്പൊ അതിന്റെ ഫോർ ലൂപ്പ് എല്ലാം ഇതുപോലെ തന്നെയാണ് സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത്. അതിനകത്ത് വരുന്ന ഈ ഔട്ട്പുട്ട് മാത്രം, അല്ലെങ്കിൽ കൺസോൾ ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ ലെറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഐ ലെസ് ദാൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇത് തന്നെയാണ്. കാരണം എനിക്ക് ആ അറയിലെ എല്ലാ ലെങ്ത് വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും ലൂപ്പ് ചെയ്യണം, എന്നാലല്ലേ എല്ലാത്തിനും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ സമ്മാണല്ലോ കാണണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഈ സമ്മിന് ഞാനൊരു വേരിയബിളില് സമ്മിന് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. ഒരു വേരിയബിൾ സം എന്ന് പറഞ്ഞൊരു വാല്യൂ, സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ഇപ്പൊ സമ്മിന്റെ വാല്യൂ 0 ആണ്. എന്നിട്ട് ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നമ്മൾക്ക് ആവശ്യമുള്ള ഈ ഇക്വേഷൻ
ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പം ഞാൻ അതിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. സം ഈക്വൽ ടു സം പ്ലസ് മാർക്ക് ഓഫ് ഐ. മാർക്ക് ഓഫ് ഐ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ ചേഞ്ച് ആയി വരും. അപ്പം ഇതെങ്ങനെ നടക്കുകയെന്ന് വെച്ചാൽ ഇതിന്റെ ലോജിക്ക് എങ്ങനെയാണ് നടക്കുകയെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമ്മ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. സമ്മ് നമുക്ക് ഓരോ പ്രാവശ്യവും ലൂപ്പ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട. ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് ചെയ്താൽ മതി, എനിക്ക് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. ലാസ്റ്റ് സമ്മ് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം ഞാൻ ലൂപ്പിന് പുറത്ത് ഇട്ട് കൊടുത്തു. ലൂപ്പിനുള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഓരോ പ്രാവശ്യവും സമ്മ് ആദ്യം 0 കിട്ടും, ആദ്യം 10 കിട്ടും, പിന്നെ 30 കിട്ടും, പിന്നെ 60 കിട്ടും, പിന്നെ 101 കിട്ടും, പിന്നെ 151 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ ഓരോ പ്രാവശ്യം ലൂപ്പായി വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ പ്രാവശ്യം വരേണ്ട, ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ലൂപ്പിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതെങ്ങനെയാ നടക്കുന്നത്, ഇതിന്റെ ലോജിക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആദ്യത്തെ കേസിൽ 0 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാർക്ക് ആണ് നോക്കും. മാർക്ക് ഡോട്ട് ലെങ്ത് ആണ് നോക്കും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് നോക്കും. 5 ആണ്. അപ്പൊ ഇതിനകത്തേക്ക് കയറും. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് സം ഈക്വൽ ടു സം പ്ലസ് മാർക്ക് ഓഫ് ഐ എന്നാണ് കൊടുത്തേക്കുന്നത്. സം എന്ന് പറയുന്നത് എത്രയാ, സം നമ്മൾ ഓൾറെഡി 0 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അത് ഇക്വേഷൻ കൊടുക്കുന്നത് 0 ഈക്വൽ ടു 0 പ്ലസ് മാർക്ക് ഓഫ് ഐയിലുള്ള വാല്യൂ എത്രയാ, 10 അല്ലേ, 10 എന്ന് പറയും. 10 എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, ഇപ്പോ സമ്മിന്റെ വാല്യൂ 10 ആയിട്ടുണ്ടാവും. ആദ്യത്തെ കേസ് ഇപ്പൊ സമ്മിന്റെ വാല്യൂ 10 ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വീണ്ടും ലൂപ്പ് പോകും. ഇപ്പൊ ഐ എന്തായിട്ടുണ്ടാവും, ഇൻക്രിമെന്റ് ആയിട്ട് 1 ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത കേസിനകത്തേക്ക് ചെക്ക് ചെയ്യും, 1 ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 ആണ്. എന്നിട്ട് ഇതിനകത്തേക്ക് വരും. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ 10 ആണല്ലോ സമ്മിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കും, 10 ഈക്വൽ ടു 10 പ്ലസ് സം ഈക്വൽ ടു സം പ്ലസ് അല്ല, 10 ഈക്വൽ ടു 10 പ്ലസ് മാർക്ക് ഓഫ് 1. 1ലുള്ള വാല്യൂ എത്രയാ, 20 ആണ്. അപ്പൊ എന്ത് ചെയ്യും, 20. അപ്പൊ മാർക്കിന്റെ ഇപ്പൊ സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് 30 ആയിട്ടുണ്ടാവും. ആദ്യം 10 ആവും, പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് 30 ആവും. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഈ ലൂപ്പ് ചെക്ക് ചെയ്യും. അടുത്ത ഇൻഡെക്സ് ഏതാ, സെക്കൻഡ് ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കും. അതെ, അപ്പൊ അതെന്ത് ചെയ്യും, 30 ഈക്വൽ ടു 30 പ്ലസ് എത്രയാ, അടുത്ത വാല്യൂ എത്രയാ, സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ എത്രയാ, 30 ആണ്. അപ്പൊ 30 പ്ലസ് 30 ആണോ, 30 ചെക്ക് ചെയ്യും. അപ്പൊ സമ്മിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, അപ്ഡേറ്റ് ആയിട്ട് 60 ആയിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അടുത്ത ഇൻഡെക്സ് ചെക്ക് ചെയ്യും, 3 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ 5 ആണ്. അപ്പൊ വീണ്ടും ഇതിനകത്തേക്ക് വരും. ഇപ്പൊ 60 ആണ് വാല്യൂ. 60 ഈക്വൽ ടു 60 പ്ലസ് അടുത്ത ഇൻഡെക്സ് തേർഡ് ഇൻഡെക്സിലുള്ള വാല്യൂ എത്ര, 41 ആണ്. ചെക്ക് ചെയ്യും. ഇതിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. 1 എന്തായിരുന്നു, 101 അല്ലേ ഉണ്ടാവുക, 151 ആയിട്ടുണ്ടാവും ഇല്ലല്ലോ. 40 കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എത്രയായിരിക്കും ഇവിടെ, 101 അല്ലേ, 101 ആയിരിക്കും. എന്നിട്ട് 101 ആഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇതിനകത്തേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, 101 ഈക്വൽ ടു 101 പ്ലസ് നമ്മുടെ അടുത്ത ഇൻഡെക്സിലുള്ള വാല്യൂ 50. ഇത് ചെക്ക് ചെയ്യും. ഔട്ട്പുട്ട് എന്തായിട്ടുണ്ടാവും, 151 ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വീണ്ടും ചെക്ക് ചെയ്യും. ഇത് എന്തായാലും ഇൻക്രിമെന്റ് ആവും. അടുത്ത സ്റ്റേജിലേക്ക് ഇൻക്രിമെന്റ് ആവും. 5 ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. അല്ല, ഇതിനകത്തേക്ക് കയറിയില്ല. സമ്മ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സമ്മിന്റെ കറന്റ് വാല്യൂ എത്രയാണ്, 151 ആണ്. അപ്പൊ എന്ത് ചെയ്യും, 151 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് ലൂപ്പിംഗ് നടക്കുന്നത്. ലൂപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു സം ഓഫ് അറേ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ലോജിക്ക്. മനസ്സിലായോ, മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കോ, പ്രോഗ്രാം ചെയ്തു.
ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞോ? Yes, കഴിഞ്ഞു. കഴിഞ്ഞു. ഔട്ട്പുട്ട് കിട്ടി. അതുപോലെ ഇതിന്റെ ലൂപ്പിങ്ങിന്റെ ഒരു ലോജിക്ക് മനസ്സിലായോ? എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിലും ലൂപ്പിംഗ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. ഓക്കെ.